ഹായ്, ഇന്ന് ബ്രസ്റ്റ് സാഗിങ്ങിനുള്ള കുറച്ച് എക്സസൈസാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 5 കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് പറയാം. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യണം കേട്ടോ. കേക്കും ഒക്കെ വേണേ. ഫസ്റ്റ് ഇതേപോലെ കൈ ഒന്ന് ചേർത്ത് പിടിക്കുക കേട്ടോ. എന്നിട്ട് മുകളിലേക്കും താഴേക്ക് ഇതേപോലെ കൊടുക്കുക കേട്ടോ. അപ്പോൾ കൈ എപ്പോഴും ഇങ്ങനെ താഴ്ത്തിയല്ല ഈ ഒരു ലെവലിന് പിടിച്ചിട്ട് എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ. അപ്പോൾ ഇത് വർക്കിംഗ് ആണോ എങ്ങനെയാണ് വർക്ക് എന്ന് വെച്ചാൽ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൈ നമുക്ക് താഴേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു കൈ മാത്രം ഉയർത്തിയിട്ട് നമുക്കത് ശരിക്കും ഇത് വർക്കിംഗ് ആണെന്ന് വെച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് സ്വയം തിരിച്ചറിയണമെങ്കിൽ ഇതേപോലെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കൈ നമ്മൾ നേരത്തെ 2 കൈ യൂസ് ചെയ്ത് നിൽക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് കൈ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനതൊന്ന് പറഞ്ഞത് കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ഒറ്റ കൈ ചെയ്യാനല്ല. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഇത്രയേ കാണിക്കുന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 40 വെച്ചൊക്കെ ചെയ്യണം. അപ്പോൾ 20 അങ്ങനെ ചെയ്യും. അപ്പോൾ 20 വട്ടം ചെയ്തിട്ട് കൈ നന്നായിട്ട് ഫ്രീ ആയി കൊടുക്കുക. പിന്നെ ചെയ്യുക നന്നായിട്ട് കൈ കഴിക്കുക കേട്ടോ. ഇത് പിന്നെ ഇതെടുക്കുമ്പോൾ കൈ 2 മുട്ട് ചേർത്ത് തന്നെ വെക്കണം. ഇതേ കണക്ക് കേട്ടോ. അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് പുറകിലേക്ക് വലിച്ച് ഇത് ഷോൾഡർ ലെവൽ കൊണ്ടുവന്ന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് ഇതേ കണക്കൊന്ന് വച്ച് എങ്ങനെയെങ്കിലും നമ്മൾ എടുത്ത് പോകരുത്. അതിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും കൈ 2 ചേർത്ത് വെച്ച് മുകളിലേക്ക് ഇതേപോലെ വെച്ച്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് കൈ കഴപ്പുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അത് അങ്ങനെ അത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് കൈ ഒന്ന് ഫ്രീ ആക്കി ഒന്ന് ഇതാക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കൂ, ഒരു 10 മിനിറ്റൊന്നുമല്ല, അതേ കൂടുതൽ നിങ്ങളൊന്ന് എടുക്കണം കേട്ടോ. ഒരു 20 വെച്ചിട്ട് 2 വട്ടമൊക്കെ എടുക്കാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു 10 അങ്ങനെ പോയാലും മതി. നിങ്ങൾ 10 എടുക്കുക, പിന്നെ ഫ്രീ ആക്കുക, അങ്ങനെ എടുക്കുക കേട്ടോ. എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബോഡി നല്ല കറക്റ്റ് ലെവലിൽ വയ്ക്കുക. ഈ പറയുന്ന പോലെ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ കൈ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഷോൾഡറിൻ്റെ ഭാഗം നല്ല രീതിയിൽ നമുക്ക്, പ്രത്യേകിച്ച് ഞാനിപ്പോൾ സെക്കൻഡ് കാണിച്ചത്, നല്ല പോലെ നമുക്ക് വേദന ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വേറെ കുഴപ്പമൊന്നും കൊണ്ടല്ല, നമ്മൾ ആ കൈ ഇങ്ങനെ വർക്കാവുന്നതുകൊണ്ട് വേണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് കൈ ഇതേപോലെ പുറകിലേക്ക് ഇട്ടിങ്ങനെ ഇതേപോലെ കൊരുത്ത് പിടിക്കുക കേട്ടോ. കൈ ഇതേപോലെ ഇങ്ങനെ കൊരുത്ത് പിടിക്കുക. കൊരുത്ത് പിടിച്ചിട്ട് ഫസ്റ്റ് എടുക്കുമ്പോൾ ബോഡി ഒന്ന് ലെവലാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് എടുക്കുമ്പോൾ ഒന്ന് കുനിഞ്ഞിട്ട് നമ്മളത് എടുക്കുമ്പോൾ ശരിക്കും നമ്മളൊന്ന് കുനിയാറുണ്ട്. പിന്നെ അതൊന്ന് ലെവലായിക്കോളും ബോഡി. പിന്നെ മെല്ലെ മെല്ലെ ഇത് കണക്കൊന്ന് നിവർന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ബോഡി അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വർക്കാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യുമ്പോൾ ആ ബോഡിയിലുണ്ടാവുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് നമ്മളത് ചെയ്യുന്ന ടൈമിലുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ചെയ്യുന്ന ടൈമിൽ നമുക്കുണ്ടാകുന്ന ആ ടൈമിലുണ്ടാവുന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ നല്ലപോലെ നമ്മളത് എടുക്കുമ്പോൾ കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ കണ്ടോ അത് ഇതിപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ കൈ പുറകിലേക്ക് ഇങ്ങനെ ഒരുപാടൊന്നും പൊക്കാൻ പറ്റില്ല കേട്ടോ. കൈ കുറച്ചേ പൊക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ നമുക്ക് ചെയ്തൊരു ശീലമാവും കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇത് കണക്ക് കൈ കൊരുത്ത് പുറകിലേക്ക് പിടിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ ആ ചെവിയുടെ പുറകിലിങ്ങനെ വെക്കുക കേട്ടോ. എങ്കിൽ ഈ 2 കൈയുടെ മുട്ടും ചേർന്ന് വരണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. 2 കൈയുടെ മുട്ടും ഇതുപോലെ ചേർന്ന് വന്നിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ പറയുന്ന കണക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നർ നല്ലത് നമ്മളെപ്പോഴും ചൂസാക്കി വേണം യൂസ് ആക്കാനായിട്ട്. ഞാൻ പലരുടെയും പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല ആൾക്കാരുടെയും പല അമ്മമാരുടെയും ഒക്കെ ചുരിദാർ ഇട്ടിട്ടാണെന്നാലും സാരി ഇട്ടിട്ടാണെങ്കിലും ഒക്കെ വരുമ്പോൾ നന്നായിട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നറിൻ്റെ കുഴപ്പം തന്നെയാണ്, അല്ലാണ്ടൊന്നും അല്ല. അതാണ് നമുക്ക് കൂടുതൽ സാഗ് ചെയ്തതായിട്ട് തോന്നുന്ന, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നറൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മളത് യൂസാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ അധികം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന മോഡലോ. അപ്പോൾ നമ്മളൊന്ന് ഇട്ടിട്ടൊന്ന് കണ്ണാടി നോക്കുക. നോക്കിയിട്ട് നമുക്ക് ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കുഴപ്പം തന്നെയാണ് കൂടുതലും. സാഗിങ് എല്ലാവർക്കും ഉള്ളത് തന്നെ. പക്ഷേ അതിനെ നമ്മളൊന്ന് ഉയർത്തി നിർത്താൻ ഉള്ള ഡ്രസ്സുകളാണ് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് എപ്പോഴും നോക്കുക, നമ്മൾ ഇതെങ്ങനെയാണ് നോക്കുക. നോക്കിയതിന് ശേഷം നമുക്ക്
അതിന് പാകമായത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുക. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആ ഡ്രസ്സിങ്ങിൽ പോലും ഒരു ഭംഗി ഉണ്ടാവണം നമ്മളെപ്പോഴും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാണ് ഡ്രസ്സിങ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അത്യാവശ്യം നമുക്കിങ്ങനെ താങ്ങി നിർത്തുന്ന വീതിയുള്ള ഉള്ളതും പിന്നെ അതൊരു അത്യാവശ്യം ബലമുള്ള ടൈപ്പ്, അതായത് തീരെ നൈസായിട്ടുള്ളതൊക്കെ എടുക്കുക. ബനിയൻ ടൈപ്പ് ഒക്കെ എടുക്കുമ്പോൾ വെച്ചാൽ അത് നല്ല ലെയർ ഉള്ളത് എടുക്കുക. അങ്ങനെയൊക്കെ എടുക്കുക. പിന്നെ കപ്പ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ കപ്പ് ഉപയോഗിച്ചുള്ള എടുക്കുക. കാരണം നല്ല നമ്മൾ ബോഡി ഫിറ്റായിരിക്കുന്ന മോഡലിൽ ഡ്രസ്സ് ഇടുമ്പോഴാണെങ്കിൽ എപ്പോഴും ഭംഗി. അത് ചുരിദാറിൻ്റെ കൂടെ ആയിരുന്നാലും സാരിയുടെ കൂടെ ആയിരുന്നാലും ബ്രസ്റ്റ് സാഗിങ് വന്ന അമ്മമാരാണ് എല്ലാ അമ്മമാരും. അപ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങിലൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഇത് അധികം യൂസ് ആക്കാതിരിക്കും. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് നോക്കുക, എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് മാറ്റി പിടിക്കുക, എന്നിട്ട് നമ്മൾ നോക്കുക, എന്നിട്ട് ഈ വർക്കൗട്ടിലും കൂടെയൊക്കെ ഒന്ന് കൊടുക്കുക കേട്ടോ. ബ്രസ്റ്റ് സാഗിങ് എല്ലാവർക്കും ഉണ്ടാവുന്ന തന്നെയാണ്. നമ്മളിത് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമ്മൾ പഴയ ലെവലിലോട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ പഴയ ലെവലിലോട്ട് പോകുന്ന ശരീരമൊന്നും ആർക്കും ഇല്ല. കാരണം അതങ്ങനെയാണ് നമ്മുടെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വ്യത്യാസം നമ്മളെ ബോഡിക്ക്. ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള വർക്കൗട്ടുകളൊക്കെ എല്ലാ ദിവസവും കൊടുത്തുകൊണ്ട് നല്ല ഡ്രസ്സിങ്ങും കൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡ്രസ്സ് നല്ലതായിരിക്കണം. നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക കേട്ടോ. അപ്പോൾ ചാനലിനകത്തായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കൊള്ളണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് ഡ്രസ്സിങ്ങൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പുറത്തേക്ക് പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. താങ്ക് യു.